ഞാൻ പോകുന്നൊരു സ്ലോ മോഷൻ എടുത്ത് തടാന്ന് പറഞ്ഞപ്പോൾ ഇവൻ ക്യാമറയും കൊണ്ട് എന്റെ നെഞ്ചത്തേക്ക് വരുന്നു. ഇവനാരും നീലക്കുയില. കാലത്തന്നെ തീറ്റ തുടങ്ങാന്ന് വിചാരിച്ചു. കൈക്ക് വായിലോട്ടുള്ള വഴി അറിയണ കാരണം കൊണ്ട് കറണ്ട് ഇല്ലാത്തത് വിഷയമല്ല. മഴയുടെ പെയ്ത്ത് കണ്ടിട്ട് ഇന്ന് മുഴുവൻ പെയ്യാനുള്ള ലക്ഷണമൊക്കെ കാണാണ്ട്. മോർണിംഗ് കോൾസ് എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാനൊരു ദാഹം. എന്നാ പിന്നെ ഒരു ചായ കുടിച്ചേക്കാന്നായി. ചായ കുടിക്ക് ഒരു കമ്പനി നോട്ടെന്ന് വെച്ചാൽ അപ്പുറത്ത് കൂടെ വയസ്സ് എങ്ങനെ ഇപ്പുറത്തേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. മായാനദിയിലെ മാത്തന്റെ സ്റ്റൈൽ ഉണ്ടെന്ന് ആരോ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് പാവത്തിനെ. കണ്ടിട്ട് പോത്തന്റെ ലുക്കാ തോന്നണം. അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇത്തിരി പരിഷ്കാരം കൂടിയുണ്ട്. എന്തൊരു കാട്ടവരാന്ന ലുക്കിലാണ് ഞാൻ നടക്കണേന്നുള്ളത് വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായി. റെയിൻകോട്ടിന്റെ പാന്റൊക്കെ ഇട്ട് ഇൻസൈഡിൽ നടന്ന ലുക്കാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. എവിടെ ഞാൻ പോകുന്നൊരു സ്ലോ മോഷൻ എടുത്ത് തടാന്ന് പറഞ്ഞപ്പോൾ ഇവൻ ക്യാമറയും കൊണ്ട് എന്റെ നെഞ്ചത്തേക്ക് വരുന്നു. ഇവനാരും നീലക്കുയില. ആദ്യത്തെ മോശമായാലും സെക്കൻഡ് ടേക്ക് ഏതാണ്ടൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ആശാൻ. ഇത്രയൊക്കെ ഓടിയതല്ലേ, ഉച്ചയ്ക്ക് ഒരു ഐസ്ക്രീം അങ്ങ് കുത്തിക്കയറ്റിയാൽ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചു. അമ്പടെ പുളിസ് എന്താ ചിന്ത. ഒരു 4 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. കൊണ്ടുവന്ന പാത്രം ഐസ്ക്രീമിന്റെ ആണെന്നുള്ളൂ. വൈകിട്ടത്തേക്ക് ഉപ്പുമാവായിരുന്നു, അതും കഴിച്ച് വിശപ്പടക്കി. അപ്പന്റെ കാലത്തെ നഖമൊക്കെ വളർന്നുണ്ട്, ഞാൻ വെട്ടിത്തരാന്ന് അപ്പൂസ്. എന്നാ പിന്നെ കുറയ്ക്കണ്ടെന്ന് ഞാനും. നഖം വെട്ടിത്തന്ന് സോപ്പിട്ട് പുറത്തു പോകാനുള്ള പ്ലാനിങ് സെറ്റാക്കി. ഞാൻ ആദ്യമേ റെഡി. സ്കൂളിൽ പോകാൻ ഞാൻ അപ്പൂസിന് തൊട്ട് കൊടുക്കുന്ന പോലെ വെറൈറ്റി പൊട്ടുകൾ അമ്മയ്ക്കും തൊട്ട് കൊടുക്കണമെന്ന് വാശി. എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും. എക്സ്പീരിയൻസ് മേക്ക് മെൻ പെർഫെക്റ്റ് എന്നല്ലേ, എന്നും വരച്ച് എനിക്കിതൊന്നും വിഷയമല്ലാണ്ടായിന്നേ. പൊട്ട് സെറ്റായി കഴിഞ്ഞപ്പോൾ അവള് പറയാ കണ്ണും കൂടി എഴുതി തരാം. പിന്നെ നമുക്ക് പിന്നെ നോ പറഞ്ഞ ശീലമില്ലല്ലോ. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾ കണ്ടിട്ട് പറയുക എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ എല്ലാവരും റെഡി ആയി വണ്ടി ഓടിക്കാൻ വേണ്ടിയുള്ളതുകൊണ്ട് അവളുടെ വണ്ടിയുമ്പോൾ പോകാനായി ഞാൻ. അപ്പൊ പിന്നിലിരുന്നാൽ മതിയല്ലോ. പാറുവിനെ ഓടിക്കുന്നത് ഫ്ലൈറ്റ് അല്ല സ്കൂട്ടറാന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് ധൈര്യമായിട്ട് അവളുടെ പിന്നിലിരിക്കാൻ പറ്റുന്നുള്ളതാണ് ഏക ഗുണം. വണ്ടിയുമ്പോൾ കയറി പകുതി ദൂരം കഴിഞ്ഞിട്ട് എങ്ങോട്ടാ പോകേണ്ടെന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. വണ്ടി കൊണ്ട് നേരെ ഹൈലൈറ്റ് മളി കയറിയുണ്ട്. എന്തെങ്കിലും കാണിക്കുന്നതായി ഞാൻ. അങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അപ്പൂസിന്റെ കൈതട്ടിന്റെ ഹെൽമെറ്റ് നിലത്ത് വീണ്. മില്ലി സെക്കൻഡ് ആക്ഷൻ ആയതുകൊണ്ട് എനിക്ക് തന്നെ ഡൗട്ടായി. എനിക്ക് വലിയ സൂപ്പർ നാച്ചുറൽ പവർ എങ്ങാനും വന്നു. സ്പൈഡർമാന്റെ പോലെ കൈയൊക്കെ ഒന്ന് മടക്കി നോക്കി വലിയ പശെങ്ങാനും പോയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാണ്ട് ഹൈപ്പർ മാർക്കറ്റിൽ പോയി ഒന്ന് വട്ടം തിരിഞ്ഞ് തിരിച്ചു വരാനുള്ള പരിപാടിയായി. എവിടെ പോയാലും ഇവളുടെ ക്ലയൻസ് ആരെങ്കിലൊക്കെ ഉണ്ടാവും വർത്താനം പറയാനായിട്ട്. ഇപ്പൊ നമ്മള് പ്രമുഖനാന്ന് പറയണതിൽ എന്താ അർത്ഥമുള്ളത്. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.